ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ബ്യൂട്ടി ടിപ്സിൻ്റെ വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും, ഏത് പ്രായത്തിലുള്ളവർക്കും നമുക്ക് ഒരു ചിലവുമില്ലാതെ വീട്ടിലുള്ള അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ച് നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ആക്കി എടുക്കാൻ പറ്റിയ ഒരു കുഞ്ഞു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തക്കാളിയാണ്. നമുക്ക് അധികം ചിലവൊന്നുമില്ല, ഒരു തക്കാളി മതി. അപ്പോൾ ആ ഒരു തക്കാളിയുടെ ഹാഫ് പോർഷനാണ് ഞാനിപ്പോൾ മുറിച്ചെടുത്തിരിക്കുന്നത്. ബാക്കി ഹാഫ് ആവശ്യമുണ്ടെങ്കിൽ നമുക്കെടുക്കാം, അതിനെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഈ തക്കാളി ഒത്തിരി വൈറ്റമിൻസ് അടങ്ങിയതാണ്. എ, ബി, സി ആണ് മെയിനായിട്ടുള്ളത്, കെ, അങ്ങനെ ഒത്തിരി വൈറ്റമിൻസ് അടങ്ങിയാണ്. സ്കിൻ ഗ്ലോ ആകാൻ ഏറ്റവും ബെസ്റ്റാണ് തക്കാളി. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ആദ്യം ഞാൻ കയ്യിലാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. നമുക്കിത് മുഖത്ത്, കഴുത്ത്, ഫുൾ ബോഡി എങ്ങനെ വേണേലും ചെയ്യാം. അപ്പോൾ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കൈയോ മുഖമോ ഒക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ഒന്ന് ഏതെങ്കിലും ക്ലെൻസറോ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള സോപ്പൊക്കെ ഇട്ട് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ വേണ്ടുന്നത് കുറച്ച് പഞ്ചസാരയാണ്. അതായത് ഈ തരി കുറഞ്ഞ പഞ്ചസാര വേണം, വലിയ തരിയുടെ എടുക്കരുത്. വലിയ തരിയാണെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ടെടുക്കാം. പിന്നെ അതല്ലെങ്കിൽ ഉപ്പിട്ടാണെങ്കിലും ചെയ്യാം. എന്നിട്ട് നമ്മൾ തക്കാളി പഞ്ചസാരയിൽ മുക്കിയിട്ട് നമ്മുടെ കയ്യിലും മുഖത്തും കഴുത്തിലും ഒക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കാം. ഒത്തിരി ഹാർഡായിട്ട് റബ്ബ് ചെയ്യരുത്. കയ്യിൽ നമുക്കിങ്ങനെ റബ്ബ് ചെയ്യാം, പക്ഷെ ഫേസിലും കഴുത്തിലും ഒക്കെ സ്കിന്ന് വളരെ സോഫ്റ്റാണ്. അപ്പം നല്ല ക്ലോക്ക് വൈസിൽ നല്ല സോഫ്റ്റായിട്ടൊന്ന് റബ്ബ് ചെയ്യാം. നല്ലൊരു സ്ക്രബ്ബറാണ് കേട്ടോ ഇത്. നമ്മൾ ഈ തക്കാളിയിൽ ഉപ്പോ പഞ്ചസാര ഇട്ടൊക്കെ ഇങ്ങനെ ചെയ്യും. നമുക്ക് ഡെയിലി ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമ്പോൾ തന്നെ നല്ല ഗ്ലോ കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസിലേ ചെയ്യാവുള്ളൂ. അതായത് താഴേന്ന് മുകളിലേക്ക് വേണം നമ്മൾ ഇതിനെ നന്നായിട്ട് റബ്ബ് ചെയ്യാനായിട്ട്. ഒരു മസാജ് ഫീലിങ്ങും ഒക്കെ കിട്ടും. മുകളിൽ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന്, പ്രത്യേകിച്ചും 45+ തൊട്ടുള്ളവർക്ക് സ്കിന്ന് കവിള് പിന്നെയും താഴത്തേക്ക് ഇടിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊരു 5-6 മിനിറ്റ് നമുക്കിത് നന്നായിട്ട് റബ്ബ് ചെയ്തെടുക്കണം. കുറച്ച് സമയമൊക്കെ വേണം കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ. നമുക്ക് ടീനേജുകാർക്കൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ കൂടുതൽ മുഖക്കുരുവൊക്കെ ഉള്ളവരാണെങ്കിൽ ഒത്തിരി ഇട്ട് റബ്ബ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് ഞാനൊരു 5-10 മിനിറ്റ് കഴിഞ്ഞു. അതിന് ശേഷം നമ്മുടെ കയ്യിലാണ് ചെയ്യുന്നതെങ്കിൽ പഞ്ചസാരയുടെ തരിയൊക്കെ 2 കൈയും കൂടെ കൂട്ടി തിരുമ്മിക്കഴിഞ്ഞാൽ കൈപ്പത്തിയൊക്കെ നല്ല സോഫ്റ്റ് ആകാൻ നല്ലതാട്ടോ. നല്ല ഇപ്പം തന്നെ സോഫ്റ്റായിട്ടുണ്ട്, നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന ഇതെല്ലാം കൂടി തക്കാളിയും നമ്മൾ നാരങ്ങ നീരും പഞ്ചസാരയിട്ട് ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ കയ്യിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൈയുടെ റിങ്കിൾസൊക്കെ ഉള്ളിടത്തൊക്കെ നല്ലതുപോലെ തിരുമ്മി എല്ലായിടമൊക്കെ നന്നായിട്ട് റബ്ബ് ചെയ്തെടുക്കുക. ഡെഡ് സ്കിന്നൊക്കെ പോകാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്ക് എത്ര സമയം വെച്ചാലും കുഴപ്പമില്ല. നമ്മളിതിനായിട്ട് ഫ്രീ ടൈം ഉള്ളപ്പോൾ വേണം ചെയ്യാൻ, തിരക്കിട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ കിച്ചണിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്കിതുപോലെയൊക്കെ ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പണിയും നടക്കും, നമ്മുടെ കൈയും മുഖമൊക്കെ ക്ലീൻ ആകുകയും ചെയ്യും. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്യാണ്. വാഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് സ്റ്റിക്ക് ആയപ്പോൾ ആകെ ഒരു അസ്വസ്ഥത. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് കഴുകി പതുക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു ടവൽ വെച്ച് ജസ്റ്റ് ഒന്ന്, ഒത്തിരി ഇതായിട്ട് തുടയ്ക്കുകയൊന്നും വേണ്ട. എന്നിട്ട് നമ്മൾ ആദ്യമേ ഇത് ഫസ്റ്റ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. എല്ലാം നമ്മുടെ അടുക്കളയിൽ തന്നെ ഉള്ളതാണ്, എല്ലാ വീടുകളിലും ഉള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പം നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകണമെന്ന് വിചാരിച്ചോ പെട്ടെന്ന്, ഇപ്പോൾ പാർലറിൽ പോകാൻ സമയമില്ല, ഇനിയിപ്പോൾ പാർലറിൽ പോകാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ വെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെയ്യാവുന്നതാണ്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കുന്നതിനും ബ്രൈറ്റനിങ് ഉണ്ടാക്കാനായിട്ട് ഉള്ളത് വൈറ്റനിങ്ങിനുള്ള ഒരു സാധനമാണ് കോഫി പൗഡർ. കോഫി പൗഡർ കൊണ്ട് ഇപ്പോൾ ഒരുപാട് ഓയിലുണ്ട്, മോയ്സ്ചറൈസറുണ്ട്, ഫേസ് പാക്കുണ്ട്, ഒത്തിരി സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ടൊമാറ്റോയുടെ പുറത്തേക്ക് തന്നെ ഞാൻ 1 ടീസ്പൂൺ കോഫി പൗഡർ ഇടുകയാണ്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ. ഫേസ്, നമ്മുടെ ബോഡി ഫുള്ളും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ. അപ്പോൾ കുറേ അധികം ഇതൊക്കെ സാധനമൊക്കെ വേണ്ടി വരുമെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ നേരത്തെ റബ്ബ് ചെയ്ത പോലെ തന്നെ കോഫി പൗഡറും കൂടെ വെച്ച് ടൊമാറ്റോയിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കാം. ഇതൊരു 5-10 മിനിറ്റ് നമുക്ക് നന്നായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം ക്ലോക്ക് വൈസിൽ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. കോഫി പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ ബോഡി സ്പ്രേയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെ സ്മെല്ല് തന്നെ മതി, അത്രയ്ക്ക് നല്ല സ്മെല്ലല്ലേ അത്. അപ്പോൾ ഇതൊരു ഞാൻ 10 മിനിറ്റൊക്കെ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
വളരെ നല്ല റിസൾട്ടാണ്. നമുക്ക് ഡെയിലി ചെയ്യാം, അതല്ലെങ്കിൽ ആഴ്ച 2 ദിവസമെങ്കിലും ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നമ്മൾ ഫേസിൽ ചെയ്യുമ്പോഴേക്കും നമ്മുടെ മൂക്കിൻ്റെയൊക്കെ സൈഡിലെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സൊക്കെ പോകാനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത സ്ക്രബ്ബറൊക്കെ വളരെ നല്ലതാട്ടോ. ഫുള്ള് പോകുന്നല്ല, അതിന് ഒരു ആശ്വാസം കിട്ടും കുറേയൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കഴുത്തിലൊക്കെ വരുന്ന കറുത്ത പാടുകളൊക്കെ ഇല്ലേ, അതൊക്കെ കുറേയൊക്കെ മാഞ്ഞു പോകാനൊക്കെ നല്ലതായത്. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്കിത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ നേരം വെക്കാം. ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ ഫേസിലും നെക്കിലും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്നും ഉണങ്ങത്തേ ഉള്ളൂ കേട്ടോ, ഫുള്ളായിട്ട് ഇത് ഡ്രൈ ആകത്തൊന്നുമില്ല. 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഞാനതിനെ തിരുമിയെടുക്കുകയാണ്. അപ്പോൾ ഈ കോഫിയുടെ ആ പേസ്റ്റായ ഒരിതില്ലേ, ഇപ്പോഴാണ് ശരിക്കും ഒരു ക്രീം പോലെ ആയിട്ടുണ്ടത്. തക്കാളിയുടെ ജ്യൂസും കോഫിയും കൂടെ ആയപ്പോഴത്തേക്കും നല്ലൊരു ക്രീം പോലായി. അതൊന്നുകൂടി നമുക്ക് തിരുമിയെടുത്ത് മൊത്തം ഒന്ന് പിടിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഇരുന്നതിന് ശേഷം നമുക്ക് എത്ര സമയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ ഡ്രൈ ആകുന്ന സാധനമൊന്നുമല്ല. ഇനി ഈ കോഫി പൗഡർ കൊണ്ട് നമുക്ക് പാക്ക് പോലെ ഉപയോഗിക്കണമെങ്കിൽ നല്ല തിക്കായിട്ട് പാക്കായിട്ട് ഇടാം കേട്ടോ. പാക്കായിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അനങ്ങാതെയൊക്കെ ഇരിക്കണം. എന്നിട്ട് ഒരു 10-15 മിനിറ്റൊക്കെ ഇരുന്നതിന് ശേഷം കഴുകിയെടുത്താലും നല്ലതാണ്. ഇപ്പം നന്നായി തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകാം. കൈ നന്നായിട്ട് കൈയും മുഖമൊക്കെ ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ. ഇത് ഞാൻ ചെറുതായിട്ട് ഇവിടെ കാണിക്കുന്നതുകൊണ്ടാണ് ഇതിനകത്ത് തന്നെ കഴുകി കാണിക്കുന്നത്. ഒത്തിരി വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന കൈയുടെ ഇതിനേക്കാളും വളരെ നല്ല ഒരു ഗ്ലോ കൈക്ക് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുണ്ട്, സ്മൂത്തായിട്ടിരിക്കുന്നു. ഏറ്റവും നല്ലത് അതിൻ്റെ സ്മെല്ലാണ്, കോഫിയുടെ സ്മെല്ല്. നമുക്കൊരു പൈപ്പിൽ ടാപ്പിൻ്റെ അടിയിൽ വെച്ച് നന്നായിട്ട് കൈയും മുഖവും കഴുത്തുമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വരാം. എന്നിട്ട് കഴുകി നല്ലതുപോലെ തുടച്ചതിന് ശേഷം ഇനി ഞാൻ പാക്കൊന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്കിത് രണ്ടും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ കൂടെ യൂസ് ചെയ്യണം. അത് ഏറ്റവും നല്ലതാണ്. അതിനായിട്ട് കടയിൽ പോയി നമ്മൾ വില കൊടുത്തൊന്നും മേടിക്കുകയൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് നല്ല മോയ്സ്ചറൈസറൊക്കെ. അത് അലോവേര ജെല്ലാണെങ്കിൽ അലോവേര ജെല്ല് യൂസ് ചെയ്യാം. നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. പിന്നെ അതല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ, ഞാനിപ്പോൾ അതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ ഇതനുസരിച്ച് വേണം യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതേ കൈയൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ കൈ ചെയ്യുമ്പോൾ കൈ കംപ്ലീറ്റ് നീറ്റാക്കുക. നമ്മുടെ നെയിൽ പോളിഷൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി വേറെയൊക്കെ ഇട്ട് കൈ നല്ല ഭംഗിയൊഴാക്കി എടുക്കണം കേട്ടോ. കൈയൊക്കെ നല്ല നീറ്റായിട്ടുണ്ട്. ഞാൻ വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ് മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ വീട്ടിൽ ഏത് ഓയിലാണോ ഉള്ളത് ആ ഓയിൽ ഉപയോഗിച്ചാലും മതി കേട്ടോ. ഓയിലി സ്കിന്നുകാർ ഓയിൽ ഉപയോഗിക്കരുത്. അതവർക്ക് അലോവേര ജെല്ലാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ക്യാപ്സൂൾ എടുത്തിരിക്കുകയാണ്. അത് നമുക്ക് കൈ മുഴുവനും മുഖത്തുമൊക്കെ നന്നായിട്ട് തേച്ചൊന്ന് പിടിപ്പിച്ചു കൊടുക്കാം. പിന്നെ കഴുകുകയൊന്നും വേണ്ട. നമുക്കൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. സോപ്പോ വേറെ ഒന്നും ചേർത്ത് ഒന്നും കഴുകുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ നല്ല റിസൾട്ടാണ് ഇതുവഴി കിട്ടുന്നത്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഒരു ഗ്ലോയാണ് ഫേസിന് കിട്ടുന്നത്. ഒത്തിരി വെളുക്കുമെന്നൊന്നുമല്ല ഞാൻ പറയും, നല്ലൊരു ഗ്ലോയാണ് കിട്ടുന്നത്. ഇത് ഡെയിലി ചെയ്യുന്നതുകൊണ്ട് ഒരു ദോഷവും ഇല്ല. ഇതിനകത്ത് യാതൊരുവിധ കെമിക്കലും ഇല്ല. നമുക്ക് വിശ്വാസത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പുറത്തെങ്ങും പോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ എല്ലാ സാധനങ്ങളും, തക്കാളിയൊക്കെ എന്നും നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിന്നിനെയൊക്കെ അതുപോലെ കെയർ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് കുറേ കാലമൊക്കെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. Thanks for watching.